தீபாவளிக்கு நம்ம கண்டிப்பாக பண்ணப்பட்ட ஒரு ஸ்வீட்டாக்கும் அதிரசம். இது ரொம்ப சீக்கிரம் அரிசிப்பொடி வச்சு இன்ஸ்டண்ட்டாகவே நமக்கு பண்ணி எடுக்கலாம். அதை எப்படி பண்ணுறதுன்னு இந்த வீடியோவில் நமக்கு டீட்டெயில்டாக பார்க்கலாம். நல்லா சாஃப்டாக இருக்கப்பட்ட நல்ல ஃப்ளஃபியான அதிரசம் இன்ஸ்டன்ட் வெர்ஷன் நம்ம கடையிலேருந்து வாங்கப்பட்ட அரிசிப்பொடி வச்சு எப்படி பண்ணுறதுன்னு பார்க்கலாம். அதுக்கு 1.5 கப்பு ഇടിയപ്പത്തോட പൊടിയാക്കും എടുക്കരുത്. ഇടിയപ്പത്തോட പൊടി ചൊല്ലരുത്, വറുത്ത അരിശിപ്പൊടിയാക്കും. ഇതുപോലെ ഒന്ന് ചലിച്ചെടുത്തുങ്കോ. അതിൽ പെരിയ കട്ടകൾ കാണാതെ, കാരണം അത് നൈസ് പൊടിയാക്കും. എന്നാലും ഒന്ന് ചലിച്ചെടുത്തിട്ട് അത് നമുക്കൊന്ന് നനച്ചെടുക്കല. இந்த பொடியை கொஞ்சம் கொஞ்சமாக தண்ணியை விட்டு இதுபோல் தெளித்து பிடிக்கப்பட்ட அந்த മാവ് നന്നായി നനഞ്ഞ് കിടക്കുന്നത് വരെ വെള്ളം கொஞ்சம் கொஞ்சமாக ഇതുപോലെ തളിച്ച് പിശഞ്ചെടുക്കല. പുട്ടുമാവ് പിശറുന്നത് പോലെ നമുക്ക് പിശഞ്ചതുപോലെ എടുത്തുക്കല. பாத்தில் பண்ணியிருக்கிற இடியப்பம் பொடி இருந்தானா அது என்ன யூஸ் பண்ணலாம். இதுபோல் பிடிச்சானா நல்ல உருண்டு பால் പോലെ ഇരിക്കണം. ഉതുത്താനാ ഉതിർന്നും വരണം. അതോടെ அந்த കട്ടയെ ഒന്ന് മാറ്റുறதுக்கு വേണ്ടി ഒന്ന് ചലിച്ചെടുത്തുക്കരുത്. கொஞ்சம் கொஞ்சமாக ഇതുപോലെ ചലിച്ചെടുത്തിട്ടുണ്ടെന്നാ അതിൽ കട്ടയെല്ലാം മാറി നമുക്ക് ഫൈൻ പൗഡറാണ് നമുക്ക് കിടക്കില്ല. ഇതുപോലെ കട്ടയെ നന്നായി കൈ വെച്ച് ഉതുത്ത് നല്ല നൈസ് മാവ് പോലെ നമുക്ക് ചലിച്ചെടുക്കലാം. ഒരു ബാച്ച് മാവ് ചലിച്ചെടുത്തതിന് പിറകു നെക്സ്റ്റ് ബാച്ച് എടുക്കല. എല്ലാം ഒരുമിച്ച് പോട്ടോമെന്നാൽ നമുക്ക് ചലിച്ചെടുக்கிறதுக்கு പാടാക്കും. അതിൽ ഉണ്ട കൊഞ്ചം നിറയെ കാണുறதுக்கு ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായി ചലിച്ചെടുത്തതിന് പിറകു அந்த மாவை നന്നായി കൈ വെച്ച് നന്നായി പ്രസ് பண்ணி മാറ്റി വയ്ക്കലാം. വെള്ളപ്പാക് റെഡി ആവുന്നത് വരെ. അപ്പോൾ அந்த വെള്ളത്തോടെ ഇതിൽ அந்த മാവ് ഒന്ന് കുതിർന്ന് കിടക്കുകയും ചെയ്യും. இதுக்கு 1.25 കപ്പാക്കും വെള്ളം എടുത്തിരിക്കാൻ 1.25 കപ്പ് തണ്ണി വിട്ട് ഇതുപോലെ നന്നായി ഉരുക്കിയെടുത്ത് അരിച്ച് ഒന്നും കൂടെ നന്നായി കൊതിച്ചെടുക്കല. നന്നായി കൊതിച്ച് വരുമ്പം 1 ടീസ്പൂൺ ഏലക്കാത്തൂളും പോട്ടിട്ട് നമ്മൾ தண்ணி விட்டு ப்ரெஸ் பண்ணி பிசைஞ்சு வச்சுருக்கப்பட்ட அந்த அரிசிப்பொடியை இதில் போட்டு நல்லா கிளறி எடுக்கிறது. நல்லா கிளறி அந்த மாவு நல்லா வெந்து வரணும். ഫ്ലെയിം കുറച്ചിട്ട് നന്നാ அந்த മാവ് വെന്ത് കയ്യിൽ ഒട്ടും ഒട്ടാതയ്ക്ക് വരപ്പെട്ട அந்த സ്റ്റേജ് വരെ നമുക്ക് കിളറിൻ്റെ ഇരിക്കണം. താഴെ പിടിക്കപ്പെടാതെ ഇതുപോലെ കിളറി அந்த അരിശിപ്പൊടി പോട്ട മാവ് നന്നായി വെന്ത് കിടക്കണം. കൈവിടാமல் കിളറി എടുക്കണം. ഇല്ലാട്ടെന്നെ താഴെ എളുപ്പം അത് പിടിച്ചിരും. ഇപ്പോൾ കയ്യിൽ കൊഞ്ചം തണ്ണി തൊട്ട് பார்த்தேன்னா கையில் ஒட்டும் அது ஒட்டி பிடிக்கிறதில்லை. அந்த ஸ்டேஜ் வரை குக் பண்ணி எடுக்கிறது. அதில் ஒரு ടീസ്പൂൺ നെയ്യും കൂടെ വിട്ട് നന്നായി മിക്സ് பண்ணி അതൊരു പാത്രത്തിൽ നമുക്ക് മാറ്റി വയ്ക്കലാം. ഒന്ന് തണുത്തെടുത്തതിന് ശേഷം ബാക്കി അതിരസം എപ്പടി പണ്ടുறது பார்க்கலாம். ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് എളുപ്പം തണുപ്പിക്കണമെന്ന് ഇതുപോലെ തണുപ്പിച്ചെടുക്കുകയും ചെയ്യலாம். ഇപ്പോൾ കറക്റ്റ് മാവോടെ ഇതിലിരിക്ക് നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായി ഉരുട്ടി എടുക്കപ്പെട്ടത് പരത്തി എടുക്കുകയും പറ്റുന്നതുണ്ട്. ഇനി അതിരസം പണ്ണാർത്തേക്ക് ഇതുപോലെ ഇലയോ വാഴയിലയോ അല്ല പ്ലാസ്റ്റിക് ഷീറ്റോ എടുക്കരുത്. അതിൽ കൊഞ്ചം നെയ്യ് ഇതുപോലെ തടവിണ്ടിട്ട് ഒരു ചിന്ന എലുമിച്ചമ്പഴം സൈസിൽ മാവ് എടുത്ത് വിരൽ വെച്ച് ഇതുപോലെ കറക്റ്റാக ഒന്ന് ப்ரெஸ் பண்ணி விட்டுட்டா போരും. ரொம்ப தின்னாக ப்ரெஸ் பண்ணட்டா கொஞ்சம் கட்டியாக ഇതുപോലെ ப்ரெஸ் பண்ணி എടുക്കരുത്. ഇപ്പോൾ വാഴയില ഇല്ലാട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റിലും ഇതുപോലെ തട്ടിയെടുത്തിട്ടാൽ പോരും. ഏകദേശം ഒരേ എല്ലാ ഭാഗത്തിലും കനം ഒരുപോലെ ഇരിക്കണം. ഇപ്പം കറക്റ്റാக വറുതാ പാക്കറത്തേക്ക് ഒരു ചിന്ന മാവ് അതുപോലെ തട്ടി
ஃபஸ்ட்டு ட்ரையலுக்கு பார்த்துட்டு இருக்கேன். எண்ணெய்ன்னு சொல்கிறது மீடியம் சூடாக தான் இருக்கப்படும். இந்த மீடியம் சூடு எண்ணெயில் ஆദ്യം போட்டுட்டு அது திரும்பி போட்டுட்டு அந்த ആപ്പയെ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് பண்ணி കൊടുത്താൽ പൂരി മാതിരി ഇതുപോലെ പൊങ്ങി വരും. എന്നിട്ട് തിരുപ്പിയും മറിച്ചും പോട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കുന്നത്. ഇതിന് കറക്റ്റ് അതിരസം எப்படி பண்ணுறதுன்னு നമുക്ക് பார்க்கலாம். അത് വിണ്ടു പോകുകയില്ല. അപ്പം മാവ് നമ്മളിപ്പോൾ തയ്യാർ പണി വെച്ചത് കറക്റ്റാക്കും. അതൊന്ന് വെന്ത് വരുമ്പോൾ கொஞ்சமாக ഒന്ന് പൊങ്ങി വരും. அந்த സമയത്തിൽ அதை நமக்கு திருப்பி போடலாம். போட்ட உடனே அதை திருப்பப்படாது. மாவு ഒന്ന് വെന്ത് വന്ന് ഒന്ന് പകുതി വേവ് ആകുമ്പോൾ തന്നെ അത് നമുക്ക് ഇതുപോലെ തിരുപ്പി പോടുന്നത്. എന്നിട്ട് ആപ്പയെ വെച്ച് ചിന്നதாக ഇതുപോലെ ഒന്ന് പ്രസ് பண்ணி കൊടുത്താൽ അത് കറക്റ്റാக പൂരി പോലെ ഇതുപോലെ പൊങ്ങി വരും. എന്നിട്ട് തിരുപ്പിയും മറിച്ചും പോട്ട് കറക്റ്റ് കളറാവും വേണം. அந்த ബബിൾസോടെ ചത്തം ഏകദേശം നന്നായി അടങ്ങി വരുമ്പം അത് ഏകദേശം വെന്താച്ചെന്ന് നമുക്ക് അതോടെ ഒരു ഇൻഡിക്കേഷനാക്കും. ഇത് കണ്ണാപ്പയാക്കും ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് ഏതൊരു ഇതുപോലെ ഒരു പാത്രത്തെ വെച്ച് ഇതുപോലെ ഒന്ന് കണ്ണാപ്പയിലേ വെച്ച് ഒന്ന് ചിന്നதாக ഇതുപോലെ പ്രസ് பண்ணினா എക്സസ് എടുക്കപ്പെട്ട എണ്ണ നമുക്ക് എളുപ്പം ഡ്രെയിൻ ചെയ്ത് എടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള അതിരസങ്ങളും ഫ്രൈ பண்ணி എടുക്കണം. இந்த அதிரசத்தோட எக்ஸஸ் எண்ணெய் இதுபோல் ட்ரெயின் பண்ணி எடுக்கிறதுக்கு ஒரு உடன் ஒரு ஸ்டிக்கு போல ஒரு சாதனம் நமக்கு கிடைக்கும். இப்போ அது இருக்கிறதான்னா அதை வச்சு நமக்கு சிப்பில் வச்சு ப்ரெஸ் பண்ணினான்னா அதுக்கு மேலே ഒന്ന് വെച്ചിട്ട് അടുത്ത അതിരസം റെഡി ആവുന്നത് വരെ அந்த ப்ரெஸ் அதுக்கு மேலே വെച്ച് அப்படி മാറ്റി മാറ്റി എടുത്തുട്ടാൽ പോരും. അപ്പോൾ ഇല്ലാത്ത വാൾക്ക് ഇതുപോലൊരു ചിന്ന പാത്രത്തെ വെച്ച് ഇതുപോലെ കണ്ണാപ്പയിൽ ப்ரெஸ் பண்ணி എടുത്ത് നമുക്ക് മാറ്റിയെടുത്ത് വെച്ച് നന്നായി തണുത്തதுக்கு பிறகு அது ஏதேனும் பாத்திரத்தில் നമുക്ക് സ്റ്റോർ பண்ணி எடுத்துக்கலாம். இதுபோல் ரொம்ப சீக்கிரம் நமக்கு இன்ஸ்டண்ட்டாகவே அதிரசம் நமக்கு பண்ணி எடுக்க முடியும். எல்லாரும் இந்த രീതിയിൽ ഒന്ന് பண்ணி பாருங்க. அதோட டெக்ஸ்சர் எப்படி இருக்குன்னு கூட നമുക്ക് பார்க்கலாம். നല്ല പുള്ളി വന്നതുകൊണ്ട് നമുക്ക് അതുക്കുള്ള നല്ല ഹോളോവാ കറക്റ്റാக காண முடியும். നല്ല സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. ரொம்ப എണ്ണ കുടിച്ചിട്ടും ഇല്ലേ. ഇതുപോലെ നല്ല കറക്റ്റാக നല്ല സോഫ്റ്റാன அதிரசம் നമുക്ക് പണിയെടുக்கலாம். എല്ലാവരും இந்த மெத்தடில் ഒന്ന് ഇൻസ്റ്റൻറ്റ് அதிரசம் இந்த தீபாவளிக்கு பண்ணி பாருங்க.